കർക്കിടക വാവു ദിനമായ ഇന്ന് വാവു ദർപ്പണവുമായി ബന്ധപ്പെട്ട് നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്ര പരിസര പ്രദേശമാണ് നാം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. നമ്മളുണ്ടോ? ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ഒരു കവാടമാണ്. ഈ പ്രദേശത്ത് ബലിതർപ്പണം നടത്തുന്നതിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രം. ക്ഷേത്ര കോമ്പൗണ്ടിനകത്താണ് ബലിതർപ്പണം. ഇവിടെ നിന്നും കടവിലേക്ക് വരുന്ന ഭാഗവും നമുക്ക് കാണാം. അതുകൂടാതെ കടവിനോട് ചേർന്ന പ്രദേശത്തും ബലിതർപ്പണം നടത്തുന്നുണ്ട്. മുമ്പേ പറഞ്ഞ പോലെ മഴ തുടങ്ങിക്കഴിഞ്ഞു. ശ്രീ ശ്വേതവരാഹ കൽപനാമ സംവത്സരേ ദക്ഷിണായനേ വർഷഋതൗ ഗുരുവാസരയുക്തായ അമാവാസി പുണ്യകാലേ ഏവം ഗുണ വിശേഷേണ വിശിഷ്ടായ ക്ഷേത്രസന്നിധോ മമ സമസ്ത ഭാവക്ഷേമ. ഈ കാണുന്നതാണ് മീനച്ചിലാറ്. ഇത് ബലിക്കടവാണ് ഈ കാണുന്നത്. ജ്യേഷ്ഠാദി കനിഷ്ഠാദി ഉഭയകുലാദീനാം കയ്യിലേക്ക് ചരിച്ച് പകരുവാനേ പാടുള്ളൂ. വെള്ളം അരിയും വെള്ളവും കയ്യിലെടുക്കും. ഈ ബലിതർപ്പണം ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ ഭക്തജനങ്ങളെല്ലാം കടവിലേക്ക് ഉടൻ തന്നെ നീങ്ങുന്നതായിരിക്കും. മമ ദാസഭൂതാഃ നമോസ്മി സദാശിവം അന്തഹീനം ക്രിയാഹീനം ഓം നമോസി നമോദോസി വായസോസി മഹാബല സപ്തജന്മ കൃതം പാപം ബലിബന്ധന്തി വായസ എന്നതിൽ കളിച്ച് ശിരസിനോട് കൈയെടുത്ത് 3 പ്രാവശ്യം കഴിയും. വെറുതെ ബലിതർപ്പണം നടത്തിയ മനസ്സുകൾ നമ്മുടെ വെള്ളിക്കടവിലേക്ക് ഇറങ്ങുവാൻ, അതിനുശേഷം ആചാര്യ ദക്ഷിണാ സമർപ്പണം നടത്തി ബലിതർപ്പണം നിങ്ങളെ കാത്ത് നാഗമ്പടം ഭക്തജന സമിതി ഏകമന ഹോമത്തിൽ പങ്കെടുക്കുവാൻ രസീതെടുക്കുന്നവർക്ക് നടപടിയുടെ കടന്നു ചെല്ലുമ്പോൾ സായുജ്യ മണ്ഡപത്തിൽ ഏകമന ഹോമം നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാവുന്നതാണ്. നമസ്കാരം, നമസ്കാരം, പൂജ, മറ്റു വഴിപാടുകൾ നടത്തുവാനുള്ള പ്രത്യേകമായ വഴിപാട് കൗണ്ടറുകൾ നമ്മുടെ ഗ്രൗണ്ടിലും നമ്മുടെ അമ്പലത്തിന്റെ പരിസരത്തുമായി ബലിക്കടവിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർമ്മങ്ങൾ നടത്തി പങ്കെടുത്ത മുഴുവൻ മനസ്സുകൾ നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കണമെന്ന് അറിയിക്കുകയാണ്. അടുത്തതായി ആചാര്യന്റെ വലതുഭാഗത്താണ് ബലിതർപ്പണ ക്രിയകൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ എത്തി വന്നുകൊണ്ടിരിക്കുന്നവരെല്ലാം, അതിനാൽ ഇപ്പോൾ ആളുകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ബലിതർപ്പണത്തിനായിട്ട് നടത്തിയ നമ്മുടെ തർപ്പണ വസ്തുക്കളും മറ്റു ചില തർപ്പണ വസ്തുക്കളെല്ലാം വെക്കേണ്ടതാണ്. തർപ്പണ ഇവിടെ നിക്ഷേപിച്ച് കടവിലേക്ക് ഇറങ്ങി ദൃശ്യങ്ങളാണ്. കടവിലേക്ക് ഇറങ്ങിയ ബലിതർപ്പണം പൂർത്തിയാക്കി മടങ്ങാൻ ഒരുങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇടയ്ക്ക് മഴ പെയ്തു, പക്ഷെ മഴ മാറുകയുണ്ടായി. ദയവായി നമ്മുടെ കൈ ഉയർത്തുക. സംഘാടകർ നിങ്ങളുടെ അടുത്ത് എത്തിച്ചേർന്ന വേണ്ട ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. മധ്യകേരളത്തിന്റെ ഏക ലക്ഷമൊത്ത സ്നാനഘട്ടമാണ് മീനച്ചിലാറിന്റെ തീരത്തുള്ള നാഗമ്പടത്തപ്പന്റെ ഈ തിരുസന്നിധി.
ഓം നമോസി നമോദോസി വായസോസി മഹാബല സപ്തജന്മ കൃതം പാപം എനിക്കൊണ്ടി വായസ എന്നതിൽ തളിച്ച് ശിരസിനോട് കൈയെടുത്തി 3 പ്രാവശ്യം കഴിയിട്ടു വെറുതെ ദക്ഷിണാസമർപ്പണം നടത്തി നിങ്ങളെയും കാത്ത് നാഗമ്പുരം ഭക്തജന സമിതി ഏകമന ഹോമത്തിൽ പങ്കെടുക്കുവാൻ രസീതെടുക്കുന്നവർക്ക് ഈ നടപടിയുടെ കടന്നു ചെല്ലുമ്പോൾ സായുജ്യ മണ്ഡപത്തിൽ ഏകമന ഹോമം നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാവുന്നതാണ്. നമസ്കാരം, നമസ്കാരം, പൂജ, മറ്റു വഴിപാടുകൾ നടത്തുവാനുള്ള പ്രത്യേകമായ വഴിപാട് കൗണ്ടറുകൾ നമ്മുടെ ഗ്രൗണ്ടിലും നമ്മുടെ അമ്പലത്തിന്റെ പരിസരത്തുമായി വലിക്കടവിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർമ്മങ്ങൾ നടത്തി പങ്കെടുത്ത മുഴുവൻ മനസ്സുകൾ നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കണമെന്ന് അറിയിക്കുകയാണ്. അടുത്തതായി ആചാര്യന്റെ വലതുഭാഗത്താണ് ബലിതർപ്പണ ക്രിയകൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ എത്തി വന്നുകൊണ്ടിരിക്കുന്നവരെല്ലാം, അതിനാൽ ഇപ്പോൾ ആളുകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ബലിതർപ്പണത്തിനായിട്ട് നടത്തിയ നമ്മുടെ തർപ്പണ വസ്തുക്കളും മറ്റു ചില തർപ്പണ വസ്തുക്കളെല്ലാം വെക്കേണ്ടതാണ്. തർപ്പണ ഇവിടെ നിക്ഷേപിച്ച് കടവിലേക്ക് ഇറങ്ങി ദൃശ്യങ്ങളാണ്. കടവിലേക്ക് ഇറങ്ങിയ ബലിതർപ്പണം പൂർത്തിയാക്കി മടങ്ങാൻ ഒരുങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇടയ്ക്ക് മഴ പെയ്തു, പക്ഷെ മഴ മാറുകയുണ്ടായി. ദയവായി നമ്മുടെ കൈ ഉയർത്തുക. സംഘാടകർ നിങ്ങളുടെ അടുത്ത് എത്തിച്ചേർന്ന് വേണ്ട ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. മധ്യകേരളത്തിന്റെ ഏക രത്നമൊത്ത സ്നാനഘട്ടമാണ് മീനച്ചിലാറിന്റെ തീരത്തുള്ള നാഗപ്പടത്തപ്പന്റെ ഈ തിരുസന്നിധി. ബലിതർപ്പണത്തിന് എത്തിയവര് ബലിതർപ്പണ ശേഷം ഒരു ലഘുഭക്ഷണം കഴിച്ചാണ് മടങ്ങുന്നത്. ബലിതർപ്പണം പൂർത്തിയാക്കി ശേഷം ലഘുഭക്ഷണവും കഴിച്ച് മടങ്ങുന്ന നിരയാണ് ദൃശ്യങ്ങളിൽ. ക്ഷേത്ര അങ്കണത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ക്ഷേത്രമാണ്. ഈ കാണുന്ന തേന്മാവിന്റെ ചുവട്ടിൽ ഇരുന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് നൽകിയത്. ചരിത്ര സാക്ഷിയാക്കി നിർത്തിയിരിക്കുന്ന ഈ തേന്മാവാണ്. ഈ മാവിനോട് ചേർന്നിരിക്കുന്ന കിഴക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരുമന്ദിര ക്ഷേത്രം. ബലിതർപ്പണത്തിന് ക്ഷേത്ര കോമ്പൗണ്ടിനകത്തും ബലിക്കടവിലും ഉള്ളതിനേക്കാൾ കൂടുതൽ തിരക്കാണ് ക്ഷേത്രത്തിന്റെ വെളിയിൽ. ബലിതർപ്പണ വിശേഷങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിർബന്ധമായും ബെൽ ബട്ടൺ അമർത്തുക. നന്ദി, നമസ്കാരം.